ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ ഗോവ ട്രിപ്പ്. അത് ഗോവയ്ക്ക് വരാൻ തരത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഗോവയിലേക്ക് പോവാണ്. നാളെ രാവിലെ ഒരു 8 മണി 9 മണിയോടുകൂടി ഗോവയിൽ എത്തിച്ചേരും. ശുഭയാത്ര. നാളെ നോക്കാം. ഷഡ് ചെയ്ത് കളറാ ഓറഞ്ചാ. എന്തൊക്കെ ട്രെയിൻ വന്നു. ട്രെയിൻ ഏകദേശം 1 മണിക്കൂർ ലേറ്റായിട്ട് നമ്മൾ ഗോവയിൽ ലാൻഡ് ചെയ്തത്. ഇതാണ് കൂട്ടിയുള്ള ആൾക്കാർ. ഇനി ഇവിടെ നിന്ന് നമ്മളെ വിളിക്കാൻ ആരെങ്കിലും വരും ഇവിടെ നിന്ന്? അല്ലല്ല, സൈഡ് അത് ഇതൊരു ഹോട്ടൽ. ഒറ്റ മനുഷ്യനില്ലെന്ന് നോക്കില്ല. നമ്മളിപ്പോൾ ഞാനും ശ്രീത്തും കൂടെ ഒന്ന് കട വരെ പോവാണ്. ചെരുപ്പ് മേടിക്കണം. ചെരുപ്പ് കൊണ്ടുവന്നില്ല, മറന്നേ. ഈ മൗനത്തിൽ നിൽക്കുന്നത് ഏത് ഇത് ഷോയാ ശ്രീത്ത്? ചോയ്ക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ മാറിയില്ല. അപ്പൊ നമ്മള് മഴ മാറാതെ തന്നെ ഗോവയിലേക്ക് ബീച്ചിലേക്ക് പോവാണ്. ബാഗ ബീച്ചാന്ന് തോന്നുന്നല്ലേ? ബാഗ ബീച്ചിലേക്കാണ് പോകുന്നത്. ഏകദേശം ആ സൈഡിലാണെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ടില് ഗോവിന്ദും സുഹിത്തും പോകുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും പുറകെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് നമ്മളിപ്പോ ഏത് ബീച്ചാ പേര് ഇവിടെയാണോ മറ്റേ ആനന്ദ സിനിമയിൽ അമൃതം സെൽഫി മൈക്ക് കണക്ട് ചെയ്യണ്ട, അതുകൊണ്ട് ഓഡിയോ അത്ര ക്ലാരിറ്റി ആയിരിക്കും, ക്ലിയർ ആയിരിക്കില്ല. വിഷ്വൽ ലുക്സ് absolutely fine. Goa looks fine. Goa is fine. Yes, favorite. അവിടെ തോട് മാത്രമല്ലേ ഉള്ളൂ? തോട്, കായൽ, പുഴ, പാടം, പുഴ. പുഴയല്ലടാ, പുഴ. 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 That was a great sunset by the way. എടാ വാടാ. വീടില്ല. ആ എത്തു. അവര് കൈ അടിച്ചടാ. ഞാനും ഇതാണ് വിശ്വടൻ. വിശ്വടൻ ഇപ്പൊ ഏതൊരു ഫോട്ടിലിരിക്കുകയാണ്. പക്ഷെ വിഷ്വൽ കൊള്ളാല്ലേ, മൊത്തത്തില് അടിപൊളി. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നാശകൾ തൻ തോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, തോണിയുമായി തുഴഞ്ഞകലെ പോയിടാ.
എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പറയണോ? അയ്യോ സുചേട്ടാ ഇങ്ങനെ വിളക്കല്ലേ, ഞങ്ങള് ചുമ്മാ പറഞ്ഞ കരയണം താൻ. ചാടി ചാടി ചാവും. ചാടിക്കോ. എത്ര പൈസ? 30. കൂട്ടുള്ള കഴിവേറി കുറെ തന്തമാന്റെ ഒപ്പം നമ്മള് ഒരു യാത്ര വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതായിരിക്കും ഈ വീഡിയോയിൽ കാണുന്നത്. 2005 ഞാനും എന്റെ ഗോവിന്ദും കുറെ തന്തമാന്റെ ഒപ്പം യാത്ര വന്നിരിക്കുവാണ് അല്ലേ? ശ്രീതോഷ് വലിയ തന്തയല്ലേ? കുഴപ്പമില്ലാത്ത ഒരു തന്തയാണ്. കുഴപ്പമില്ല. ഇത് നമുക്ക് ആ ഒരു വൈബ് ഒരു ഭയങ്കര ഡിഫറെന്റ് ആണ്. ആലോചിക്കും ഇങ്ങനെ മനുഷ്യന്മാര് ചിന്തിക്കും. അതെ 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 അതെ. നമ്മള് കാര്യങ്ങള് ഒരുപാട് മെച്ചൂരിറ്റി ഉള്ള കാര്യപ്രാപ്തിയുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ കൂടെയാണ് നമ്മൾ ട്രിപ്പിന് വരുന്നത്. എന്നാ 2K 2007 ജനിച്ച പിള്ളേർക്ക് ഇതിനേലും വിവരമുണ്ട് അല്ലേ? ഒരു ലൊക്കേഷൻ പോലും ഇടാണ്ടാണ് ഇന്ന് പെട്രോൾ അടിക്കാനായിട്ട് തെണ്ടി നടന്നത്. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന വാഴയായിരുന്നു. പിന്നെ അത് 2K ആയതുകൊണ്ട് ഞാൻ പിന്നെ പറയണില്ല, വിട്ടുകളയാണ്. പക്ഷേ ഹോണ്ട സിവിക് അല്ലത്. സിവിക് സെൻസ് എന്താണെന്നറിയോ? രാത്രി പറയട്ടെ, പൗരബോധം നിന്നെ കാണിച്ചില്ല. രാത്രി പൗരബോധം ഉണ്ട്. അതായത് നമ്മളൊരു ഒരു 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 ഇത്ര ഒരു സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മാനേജ് കീപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് സിവിക് സെൻസ് എന്ന് പറയുന്നത്. ഇവൻ നമ്മുടെ കൂടെ ഉള്ളതാണ്, ട്രിപ്പിലുള്ളതാണ് ഇവൻ. കൊറോണ ചാടിച്ചത് മൂക്കി കൂടെ നീ തൂറിയില്ലടാ. കൂട്ടത്തിൽ നടന്ന ഇടി കൊള്ളാണ്ട് വീട്ടിലെത്തിക്കാണെങ്കിലും ഇവരുടെയൊക്കെ കൂടെ വന്നുകൊണ്ടാണ് നമുക്ക് ഈ ട്രിപ്പ് ഇത്രയും വിജയകരമായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒട്ടും ബോറടിക്കാണ്ട് എൻജോയബിൾ ആയിട്ടും ഒരു നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോണ്. ബഹുമാനം ഉണ്ടെന്ന് എനിക്ക് കേട്ടോ. നീ കില്ലാടിയാണ്. എപ്പോഴും നിന്നോട് ഞാനൊരു ടേക്ക് കെയർ ചെയ്തേ നിൽക്കത്തുള്ളൂ. എന്റെ സിവിക് സെൻസ്, ഇതാണ് സിവിക് സെൻസ്. അവിടെ മൂത്രമൊക്കെയാ പോണേ ഈ പുള്ളി. ചുമ്മാ ചേട്ടാ പട്ടികൾ ഉപദ്രവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പട്ടി ഉപദ്രവിച്ചില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് പ്ലാസ്റ്റിക് കുപ്പി റോട്ടിൽ കളയുമ്പോഴും. കുറെ പേരുണ്ട് ഇവിടെ, ആരൊക്കെയെന്ന് പോലും അറിയില്ല. നമ്മുടെ കൂടെ ഇപ്പോൾ സുധേണ്ണും ഗോവിന്ദും നേരത്തെ ബീച്ചിലേക്ക് പോയി. അപ്പം ഞാൻ ആഷിഖ്, ശ്രീത്ത്, വിഷ്ണു, ബിനു, ശരത്ത് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടാണ് പോകേണ്ടത്. അതാണ് ബാഗ. ഏത് ബീച്ച് ഇത്? ഡെവൺ തീർന്നിട്ടില്ല. നമുക്ക് റൂമിൽ ചെന്ന് ബാക്കി വീഡിയോ എടുക്കാം. ആൻഡ് ദാറ്റ് ഇസ് ഫൺ. ആക്ച്വലി ശ്രീത്ത് നമ്മുടെ കൂടെ ഉണ്ട്. ശ്രീത്തും ഗോവിന്ദും നമ്മൾ കണ്ടുമുട്ടി അവരെ